നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഓഹരി വിപണി വൻ മുന്നേറ്റത്തിലാണ്. അതിന് പ്രധാന കാരണമായി പറയുന്നത് 3 സംസ്ഥാനങ്ങളിൽ BJPയുടെ തിരിച്ചുവരവാണ്. സുസ്ഥിരമായ ഭരണം എന്ന പ്രതീതി നിക്ഷേപകരിൽ എത്തിയതോടെ ഓഹരി നിക്ഷേപവും ഉയർന്നു. ലോകത്ത് നടക്കുന്ന ഏതു ചെറിയ സംഭവ വികാസങ്ങളും ആദ്യം ബാധിക്കുന്നത് രാജ്യത്തിന്റെ ഓഹരി വിപണിയിലാണ്. അതോടെ തന്നെ അത് മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയിലും ചലനമുണ്ടാക്കും. ഓഹരി വിപണിയിൽ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത് ചരിത്ര മുന്നേറ്റമാണ്. ഇതോടെ ചെറുകിട നിക്ഷേപകർ നടത്തുന്ന SIPകൾ, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ, റെക്കോർഡ് തുകയിലെത്തിയിരിക്കുകയാണ്. നവംബർ മാസത്തിൽ 17,073 കോടി രൂപയാണ് ചെറുകിട നിക്ഷേപകരുടേതായി വിപണിയിലെത്തിയത്. അതുകൂടാതെ ഇക്കഴിഞ്ഞ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനം അഥവാ GDP 7.6% വളർച്ച നേടി. SIPയിലൂടെ ചെറുകിട നിക്ഷേപകർ വൻതോതിൽ പണം ഇറക്കുകയാണ്. ഇന്ത്യയിലെ ഓഹരി സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും വൻ മുന്നേറ്റം നടത്തുകയാണ്. ചെറുകിട ഇടത്തരം ഓഹരികളിലാണ് ഇപ്പോൾ വൻതോതിൽ നിക്ഷേപം നടക്കുന്നത്. ഈ SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ എന്നതിനെ കുറിച്ച് പറയാം. ഒരു നിശ്ചിത തുക പ്രതിമാസം ഉപഭോക്താക്കളിൽ നിന്ന് സ്വീകരിച്ച് നിക്ഷേപം നടത്തുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് SIPകൾ. ഓഹരികൾ, കടപ്പത്രങ്ങൾ എന്നിവയിലാണ് ഇത്തരം നിക്ഷേപം നടക്കുന്നത്. ഒറ്റയടിക്ക് ഒരുമിച്ച് പണം ഇറക്കുന്നതിന് പകരം ചെറിയ തുകകളായി നിക്ഷേപിക്കുകയാണ് ഇവിടെ നടക്കുന്നത്. ഇത് ദീർഘകാലത്തേക്ക് നടക്കുമ്പോൾ ഒരു വലിയ നിക്ഷേപമായി മാറും. മ്യൂച്വൽ ഫണ്ടുകാർ കൈകാര്യം ചെയ്യുന്ന ആസ്തി ഇപ്പോൾ മൊത്തത്തിൽ 50 ലക്ഷം കോടി രൂപയിലെത്തിക്കഴിഞ്ഞു. 42 മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണ് ഇന്ത്യയിൽ ഇത് ചെയ്യുന്നത്. ഇതിനോടൊപ്പം മറ്റൊരു വാർത്തയും വന്നിട്ടുണ്ട്. വരുന്ന 10 വർഷത്തിനുള്ളിൽ പല മേഖലകളിലായി 7 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിന് അദാനി ഗ്രൂപ്പ് ഒരുങ്ങുന്നു എന്നതാണ് ആ വാർത്ത. ഖനനം, വിമാനത്താവളങ്ങൾ, പ്രതിരോധം, വ്യോമയാനം, റോഡ്, മെട്രോ, റെയിൽ, സൗരോർജ്ജം, ഡാറ്റ മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിലാണ് അദാനി ഗ്രൂപ്പ് നിക്ഷേപം നടത്തുന്നത്. ഇതോടെ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകരായി അദാനി ഗ്രൂപ്പ് മാറുകയാണ്. ഒരു വശത്ത് ഇന്ത്യയിലെ ഓഹരി വിപണി മുന്നേറുമ്പോൾ മറുവശത്ത് ഡോളറിന്റെ നിലനിൽപ്പ് വെല്ലുവിളി നേരിടുകയാണ്. ലോകത്തിലെ സാമ്പത്തിക മേഖല അടക്കി വാണ ഡോളറിന് ഇപ്പോൾ കഷ്ടകാലമാണ്. നാണയപ്പെരുപ്പം മൊത്തത്തിൽ കുറഞ്ഞതോടെ ലോകത്തിലെ പ്രമുഖ ബാങ്കുകൾ പലിശ നിരക്ക് കുറയ്ക്കുകയാണ്. ഇതാണ് ഡോളറിന് കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. വൻകിട നിക്ഷേപകർ സ്വർണത്തിലേക്കും മറ്റു വികസ്വര രാജ്യങ്ങളിലെ ഓഹരി വിപണിയിലേക്കും പണം മാറ്റുന്നതാണ് ഡോളറിന്റെ തിരിച്ചടിയായത്. ഇന്ത്യ, ചൈന, അറബ്, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഡോളർ ഉപയോഗിച്ചുള്ള വ്യാപാരങ്ങൾക്ക് പകരം മറ്റു മാർഗങ്ങൾ തേടുകയാണ്. ഇന്ത്യ രൂപയിൽ തന്നെ വിനിമയം നടത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞു. ഇതോടെ മറ്റെല്ലാ രാജ്യങ്ങളും അമേരിക്കൻ ഡോളറിനെ ഒഴിവാക്കുവാനുള്ള മാർഗങ്ങൾ തേടുകയാണ്. ഇതെല്ലാം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങളായി മാറുകയാണ്. ഓഹരി വിപണികളും മറ്റു രാജ്യങ്ങളുമായ ഉഭയകക്ഷി വ്യാപാര ബന്ധങ്ങളും എല്ലാം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇപ്പോൾ പുത്തൻ ഉണർവ് സൃഷ്ടിച്ചിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, കമന്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക. നന്ദി, നമസ്കാരം.